ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മിൽക്ക് ഫ്രൂട്ട് കാണിച്ചു തരാമേ. ഇത് ഈ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ഫ്രൂട്ട് എന്നും പറയുന്നുണ്ട് ഇതിന്. മിൽക്ക് ഫ്രൂട്ട് ഇത് എൻ്റെ സ്വന്തം വീട്ടിലുണ്ടായതാണ്. എറണാകുളം ജില്ലയിലാണ് വീട്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ശരിക്കും ഈ ഫ്രൂട്ട്സിനൊരു കരിക്കിൻ്റെയും ചിക്കു പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. പലർക്കും പല ടേസ്റ്റായിട്ടാണ് പറയുന്നത്. എനിക്ക് ഒരു കരിക്ക് കഴിക്കണതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് ഞാനിത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ. ഇതെങ്ങനെയാണ് ഇരിക്കണതെന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ മിൽക്ക് ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. ചെടി എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു മരം പോലെയാണ്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ കാണാൻ നല്ല ഭംഗി. ഇലയുടെ അടിവശം നല്ലൊരു ബ്രൗൺ, ഒരു ബർഗൻഡി കളറാണ്. ലീഫിനും ഒരു പ്രത്യേക തരം കളറാണ്. അത് ചെടിയായിട്ട് നിൽക്കണ കാണാനും ഭംഗിയാണ്, കായില്ലാതെ കാണാനും നല്ല ഭംഗിയാണ്. നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കഴിയാറായി. ഞാൻ ചെന്ന സമയം അത് തീരാറായിരുന്നു. അതുകൊണ്ട് അധികം ഇപ്പോൾ കാണാനില്ല. എന്നാലും ഉണ്ട്, അതിനകത്ത് നിറയെ കുറേ ഉണ്ട്. നല്ല ടേസ്റ്റും ഉള്ള ഫ്രൂട്ടാട്ടോ. നല്ലൊരു ഫ്രൂട്ടായത്, കാണാനും നല്ലതാണ്. കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ശരിക്കും ഒരു പാല് പോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഒരു പാല് പോലെ ഇത് സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇത്. അതുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്നും പറയുന്നത്. ആ സീഡിൻ്റെ ചുറ്റും സ്റ്റാറിൻ്റെ ഷേപ്പ്. ഇതിങ്ങനെ എടുക്കുന്നത് നല്ല ഫ്ലഷാണ് ഇതിന്. ഇതുകൊണ്ട് നമുക്ക് ഷെയ്ക്ക് എല്ലാം ഉണ്ടാക്കാം. ഞാൻ ഷെയ്ക്കും ഉണ്ടാക്കി കാണിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നല്ല ഫ്ലഷാണ്, ഒട്ടും കളയാനില്ല. ഇതിനൊരു പാല് പോലെ, നമ്മൾ എടുക്കുമ്പോൾ പാല് പോലെ ഇരിക്കണം. കണ്ടോ, പാല് പോലെ. നല്ല മധുരമല്ലേ? നല്ല മധുരമുണ്ട്. ചുറ്റിപ്പോയി, ഇത് മാറ്റിക്കോ. ഇത് സ്റ്റാറിൻ്റെ ഷേപ്പ് ഉണ്ട്. നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ എൻ്റെ സീഡിൻ്റെ അതുകൊണ്ടാണ് കൂടുതൽ ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് വരുന്നത്. ഓക്കെ, മിൽക്ക് ഫ്രൂട്ട് കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി നോക്കാമേ. ഷെയ്ക്കാണ് ഇത്. കണ്ടത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇരിക്കണാണ്. ഇതിൻ്റെ കൂടെ പാല് കട്ടിയാക്കിയിട്ട് അതും കുറച്ച് ഇച്ചിരി വാനില എസൻസും കൂടെ ചേർക്കണേ, ഒരു ടേസ്റ്റിനും ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മധുരം ഇതിന് വലുതായിട്ട് മധുരമില്ല. അപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇച്ചിരി കുറവ് തോന്നും. അപ്പോൾ ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട്. പഞ്ചസാര ഇടണം നിർബന്ധമില്ല, എന്നാലും ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാമേ. ശരിക്കും അത് അടിച്ചു കൊണ്ടുവന്നേ. ഇനി അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. ഇതിപ്പോൾ അല്ലാതെ തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട്.